2017 മലയാള സിനിമയെ ഞെട്ടിച്ചൊരു വർഷമാണ്. ഹിറ്റുകളോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അല്ല, ഭയങ്കരമായ ഒരു കോൺട്രവേഴ്സി വന്നൊരു വർഷം, ഭയങ്കര ഒരു പ്രശ്നം, അതിരൂക്ഷമായൊരു പ്രശ്നം വന്നൊരു വർഷം. നടി ആക്രമിക്കപ്പെട്ടു. അതിനകത്തെ ഏറ്റവും പ്രധാന കുറ്റവാളി എന്ന് ആരോപിക്കപ്പെട്ട ഒരാൾ അന്ന് ദിലീപാണ്. ഈ കുറ്റം ആരോപിക്കപ്പെട്ട എന്നുള്ള രീതിയിൽ ദിലീപ് ഒരു നടന്മാർ, മലയാളത്തിലധികം നടന്മാർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു 1-2 ദിവസമൊന്നുമല്ല, 85 ദിവസം അദ്ദേഹം ജയിലിൽ കിടക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കുറ്റം ചെയ്താൽ ഇതെല്ലാം അർഹനാണ് ഇദ്ദേഹം. പക്ഷെ കുറ്റം ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു ക്രൂരതയായിട്ട് പിന്നീട് പറയാനുള്ള ചാൻസും ഉണ്ട്. ഇത് 2017 ഓർക്കണം. 2017 കഴിഞ്ഞിട്ട് ഏകദേശം ഇതിപ്പോൾ 2025 8-9 കൊല്ലത്തിന് അടുക്കാറായി. ഇതുവരെ ഇതിന്റെ വിധി വന്നില്ല. പക്ഷെ ഒടുക്കം ഡിസംബർ 8 ഇതിന്റെ വിധി പ്രഖ്യാപിക്കുന്നത്. എന്തായാലും ആരാണ് കുറ്റക്കാരൻ എന്ന് നമുക്കറിയാൻ എല്ലാവർക്കും ഉണ്ട്. ഒരാളെ നമ്മൾ ഒരു കുറ്റം ചെയ്യുമ്പം തെളിവ് സഹിതം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അല്ലാതെ നമുക്ക് ഒരാളെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ എനിക്കെതിരെയുള്ള ആരോപണമുണ്ട്, ആരോപണങ്ങളും ഒക്കെ നമുക്ക് പറയാം. പക്ഷെ അത് തെളിയിക്കപ്പെടുമ്പോഴാണല്ലോ അതിൻ്റെ ഇത്. അല്ലെങ്കിൽ ആരായാലും കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ അനുഭവിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള പീഡനമായിരിക്കും. കുറ്റം ചെയ്താൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടുകയും വേണം. പക്ഷേ ദിലീപിന്റെ കേസിൽ എന്തായാലും ഡിസംബർ 8 അദ്ദേഹം കുടുങ്ങുമോ, അദ്ദേഹം ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരുമോ എന്നുള്ളത് എന്തായാലും ഉറപ്പായിട്ടറിയാം. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കരിയറിനെ അതിന് ശരിക്കും ബാധിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. 2017 വരെ അദ്ദേഹം ഗംഭീരമായിട്ട് തിളങ്ങി നിന്നൊരു വർഷമാണ്. കാരണം പല രീതിയിലും ഒരുപാട് മെഗാ ഹിറ്റുകൾ, സൂപ്പർ ഹിറ്റുകൾ നൽകുന്നു. മലയാള സിനിമയുടെ ഏറ്റവും അവിഭാജ്യ ഘടകമായിട്ട് മമ്മൂട്ടിക്ക് മോഹൻലാലിന് ശേഷം മാറുന്നു. സുരേഷ് ഗോപിക്ക് ആ സ്ഥാനത്തേക്ക് വരുന്നു. ഒരു സൂപ്പർ സ്റ്റാർ ജനപ്രിയ നായകൻ എന്ന രീതിയിലേക്ക് വരുന്നു. പ്രൊഡ്യൂസറാകുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെയുള്ള തലങ്ങൾ. തിയേറ്ററുകൾ, സ്വന്തമായിട്ടുള്ള തിയേറ്ററുകൾ എന്ന് വെച്ചാൽ സിനിമ അടക്കി ഭരിക്കുന്ന ഒരു സമയത്ത് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്നാലും ഡിസംബർ 8 ഇതൊരു വലിയൊരു വഴിത്തിരിവായിരിക്കാം മലയാള സിനിമയുടെ. കാരണം അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഒരു വലിയ റിലീഫാണ്. യഥാർത്ഥത്തിൽ കൃത്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്താണ് അദ്ദേഹം ചെയ്യുന്നുള്ളത് എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ ഡിസംബർ 8 ദിലീപിൻ്റെ ഭാവി എന്താണെന്ന് ലോകം മൊത്തം കാത്തിരിക്കുന്ന ദിവസമാണ്. നമുക്കും വെയിറ്റ് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ? എന്തായാലും ഇത്രയും ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം.